अस्सलाम वालेकुम भाई साहब, कैसा है? बढ़िया बोलो कैसा है? बढ़िया. അപ്പം നമ്മളെ വണ്ടി താജ്മഹലിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാ പോണേ? ഉസ്താദേ എങ്ങോട്ടാ പോണേ? ആരുടെ കോട്ട? ആഗ്ര കോട്ടല്ലേ? റെഡ് കോട്ടല്ലേ അല്ലേ? അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബേക്കിൽ അതിന് ഉസ്താദുണ്ട്, ഉസ്താദിൻ്റെ ഫാമിലി ഉണ്ട്. ഈ ബായ ആണെങ്കിൽ ഒരു സഹകരണമല്ല. ഹായ് ബോലോ, ഹായ് ബോലോ, ഹായ്. നേരെ നോക്കി പോട്ടോ. നേപ്പാളിക്ക് ഉച്ചാറുണ്ടോ? നേപ്പാളി. അങ്ങനെ താജ്മഹലിൽ നിന്ന് ആഗ്ര കോട്ടയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ ഇതേപോലത്തെ വണ്ടിയിലാണ് നമ്മളുള്ളത്. ഇതേപോലത്തെ വണ്ടിയിലാണ് ഞങ്ങളുള്ളത്. നിങ്ങൾ വണ്ടി ഇറങ്ങിയില്ലേ? നീ നേരത്തെ പോകുന്നാണല്ലോ. പോട്ടെ പോട്ടെ, ഫോണൊക്കെ അടിച്ച് പോട്ടാ. ഭാര്യ ഒരു കൈ കൂടെ പിടിക്കല്ലേ, ഞാൻ പിടിച്ചാൽ മതിയാ. ഈ ഭായി സമ്മതിക്കൂല. ഡ്രൈവർ അച്ചായേ ആ ഓല ഓല. ആ പോട്ടെ. ഇവിടെ ബോർഡ് ലെഫ്റ്റ് തിരിക്കും. നമ്മുടെ ആളുകളൊക്കെ ആ വണ്ടിയിലെ നെക്സ്റ്റ് ആ കാണുന്നതാണ് കേട്ടോ ആഗ്ര ഫോർട്ട്. ആഗ്ര കോട്ട ആ കാണുന്നതാണ്. അവിടെയാണ് നമുക്ക്, ഇതിൻ്റെ ഫ്രണ്ടിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. സംഭവം അടിപൊളിയാണ്. ഫ്രണ്ടിലെത്തിയത് നമുക്ക് കാണാം. ഇതാ നമ്മളെ ഫോട്ടോ. ഉസ്താദ് അയ്യോ സൂപ്പർ. आपका नाम क्या? സബീർ. സബീർ ജി. ഹാ. അപ്പോൾ ഇവരാണ് നമ്മളെ വണ്ടിയിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് ആക്കിയത്. താജ്മഹലിൽ നിന്ന് അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്ന ആൾ നമ്മളെ ഷബീർ ജിയാണ്. ഓക്കെ, ഇതാണ് ആഗ്ര കോട്ട. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെയാണ് കാണുന്നത്. അടിപൊളിയാണ്, നല്ലൊരു സെറ്റപ്പാണ് കാണാൻ. അമ്മയ്ക്കൊക്കെ കാര്യങ്ങളിൽ പിടിച്ചു കൊടുത്താലേ ശരിയാവുള്ളൂ. ഞാൻ പിടിച്ചു തരാം, കുറച്ച് കിട്ടും. ആരെയൊക്കെ ഇവനാണ് മുഖം മറിച്ചാടുന്നത്, നാണം കുടുങ്ങി. ഇതാണ് ഈ കോട്ട. കോട്ടൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് ഏതായാലും നോക്കി നോക്കാം. ഓക്കെ, ഇത് ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്കതൊന്നും ക്ലിയർ ആകുന്നില്ല. മതിയായ വെയിലുണ്ട. ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഈ കോട്ട കയറി വരുന്നിടത്ത് റൈറ്റ് സൈഡിലാണ് എൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ തണലെന്ന് പറയാൻ ഈ ആര്യയപ്പൻ്റെ ഈ മരം മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. ആര്യയപ്പൻ്റെ തണലത്താണ് ആളുകൾ ഇപ്പോൾ വിശ്രമിക്കുന്നത്. നമ്മുടെ കോട്ടയുടെ അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ക്യാമറ എടുത്ത് ഡാൻസ് കളിക്കാതിരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എടുക്കാതിരുന്നാൽ മതി, ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് അടിക്കുമ്പോൾ ക്ലാരിറ്റി കുറയുന്നുണ്ട്. അതായത് വിഷയമില്ല, നമുക്ക് ഇങ്ങനെ നോക്കാം. കോട്ടയുടെ അകത്തേക്ക് ഇറങ്ങി ഒരുപാട് നടക്കാണ്ട് തോന്നുന്നുണ്ട്. ആകെ വല്ലാത്ത ജാതിയാവും തോന്നുന്നു. സംഭവം ഞാനൊരു ഇത്തട വെയിലിട്ട് കൊടുത്ത് ഈ ഇതില്ലേ നമ്മുടെ ഈ സെൽഫി സ്റ്റിക്ക് ആ ഇട്ട് അതും കൊണ്ട് ഇടങ്ങേറാണ് പറഞ്ഞ പാവം.
ഞാനതിന് താഴെ പോയിട്ട് വെള്ളം ഇതാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയത്. ഇതിൻ്റെ അകംഭാഗം ഇങ്ങനെയാണ്, കയറുമ്പോൾ തന്നെ രണ്ട് സൈഡ്. പിന്നെ നമുക്ക് നേരെ പോകാം. ഇതിങ്ങനെ നടക്കാനാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നിന്നേനെ. നടക്കാൻ നമുക്ക് പണ്ടേ ശീലമില്ലാത്ത. എവിടെ എത്തിയിട്ടാ എത്തിക്കുമ്പോൾ ഇവിടുന്ന് വലത്തോട്ട് നടക്കുള്ള അങ്ങോട്ട് വരെ നടക്കാൻ എന്നെ കൊണ്ടാവൂല. നടക്കാൻ മുട്ടിയാലേ നമുക്ക് പോകാം. കണ്ട കവാടത്തിൻ്റെ അകത്തേക്കൊന്ന് പോയാൽ എന്തായിരിക്കും അവിടുത്തെ ഹാല് നോക്കാം. അതിനെന്താത്താത്ത അങ്ങനെ അടുത്ത കവാടം. അവിടെ പള്ളിയുടെ മിനാരൊക്കെ പോയി കാണുന്നു. വരാത്തവരൊക്കെ കൊണ്ട് വന്ന് കണ്ടോളി മക്കളെ. അയ്യോ അയ്യോ അയ്യോ, നമ്മളെ ഉസ്താജിനെ കണ്ടുമുട്ടിയത്. ഉസ്താദ് എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ഉസ്താദിന് വേറെ ഒന്നും പറഞ്ഞല്ല, അൽഹംദുലില്ലാ സൂപ്പർ അല്ല. ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നു, കണ്ടില്ല? ഓക്കെ ഓക്കെ, കണ്ടോ? അജ്മീർ കാശ്മീർ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ടല്ലേ? അത് കൂടിയിട്ടാ ഇവിടെ എല്ലാവരും വിടാം. അതിക്കാണ് ഞാൻ